ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക്. ഈ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് റീൽസ് ക്യൂൺസ് രേണുസുതിയെ കുറിച്ചാണ്. ഒന്നാമത്തെ കാര്യം, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിനെ സംബന്ധിച്ച് രേണുസുതിയുടെ ഗുണ്ടകളായ കുറച്ച് ആൾക്കാർ എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോയുടെ കുറച്ച് കാര്യം കൂടെ ജനങ്ങളോട് വെളിപ്പെടുത്തണമെന്ന് ആഗ്രഹം തോന്നി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യം തന്നെയാണ്. ഞാലിയാവഴി ഭാഗത്തൊക്കെ ഉള്ളവർക്ക് ഏകദേശ കാര്യങ്ങളൊക്കെ അറിയാം, രേണുസുതിക്കും അറിയാം. അപ്പോൾ തന്നെ ഞാൻ പറയേണ്ട കാര്യമില്ല. അവിടെയൊക്കെ ഉള്ളവർക്ക് ഒന്നാമത്തെ കാര്യം അവരുടെ വീട്ടുകാർക്ക് ഈ പറയുന്ന കിച്ചുവിനൊക്കെ അറിയാമെന്ന് തോന്നുന്നത്. പിന്നെ നമ്മളതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. പക്ഷെങ്കിൽ ഈ ഭീഷണിയുടെ സ്വരത്തെ എന്നോട് പറഞ്ഞുകൊണ്ടാണ് അത് രേണുസുതിയുമായി ബന്ധപ്പെട്ടവരോ ആണെന്ന് തോന്നുന്നു. രേണുസുതി ചിലപ്പോൾ അറിഞ്ഞു കാണുമോ എനിക്കറിയില്ല. എങ്കിൽ തന്നെ രേണുസുതിയുമായിട്ട് ഇച്ചിരി ബന്ധമുള്ള ആൾ തന്നെയാണ് ഇങ്ങനെ ഇതൊന്നും ചെയ്യരുത്, ഒന്നും പറയരുത് എന്നൊക്കെ എന്നോട് പറഞ്ഞത്. പക്ഷേ അതേ സംബന്ധിച്ച് എനിക്ക് പേടിയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടേയിരിക്കും, ഈ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. പറ്റുമെങ്കിൽ ഇതിൻ്റെ തെളിവ് സഹിതം വരുന്ന ആളുകളിൽ ഞാൻ ഇടും. കൂടുതൽ ഇനിയും ഭീഷണിയുടെ സ്വരവുമായിട്ട് വരുന്നവർ ആരാണേലും 100% ഉറപ്പാണ് തെളിവ് സഹിതം ഇനിയും ചാനലുകളിലും മറ്റും ഇടുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതൊന്നും വേണ്ടാത്തതുകൊണ്ട് ആരാണേലും പരിപാടി അവിടെ നിർത്തുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സത്യമായുള്ള കാര്യം സത്യമായിട്ട് തന്നെയാണ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഞാനൊരു കാര്യം കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നു. ഈ രേണുസുതി ഇതുവരെ യൂട്യൂബർമാരും മറ്റു പലരും ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഇതുവരെ ഒരു മറുപടി എന്ന രീതിയിൽ പറഞ്ഞിട്ടില്ല. പറയുന്നവരെന്താണോ അവരെന്ന് പറഞ്ഞോട്ടെ. ഞാൻ അഭിനയം തുടരും സിനിമയിൽ ഞാൻ തുടർന്നുകൊണ്ടേയിരിക്കും എന്ന് പറയുന്ന പോലെ തന്നെ. പക്ഷേ ഇത് അഭിനയം എവിടം വരെ പോകുന്നു നമുക്ക് നോക്കാം. ഇത് കുറച്ച് കഴിയുമ്പം കുറച്ച് ഷോർട്സ്, കുറേ ആൽബം, ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ജനങ്ങൾക്ക് അല്ലെങ്കിൽ പൊതു ആൾക്കാർക്ക് പുള്ളിക്കാരുടെ സ്വഭാവം മനസ്സിലായി കഴിയുമ്പം അവിടെ നിർത്തിക്കോളും. അതവിടെ നിൽക്കട്ടെ. ഈ ഇത്രയും കാര്യങ്ങൾ യൂട്യൂബേഴ്സും മറ്റു പലരും ഒക്കെ പറഞ്ഞും, അല്ലെങ്കിൽ ആങ്കർമാർ വരെ ചോദിച്ചിട്ടുണ്ട്. ഒരു ഇൻ്റർവ്യൂവിൽ ഒരു ആങ്കർ വളരെ വ്യക്തമായ പല കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അതേപ്പറ്റിയൊന്നും ഇതുവരെ ഒരു കാര്യങ്ങൾ വ്യക്തതയോടെ പറഞ്ഞതായിട്ട് ഒരു ഇൻ്റർവ്യൂവിലും കണ്ടില്ല. അതായത് കല്യാണത്തെക്കുറിച്ച് ചോദിച്ചു, ഭാവി അല്ല ഇതിന് പുറകോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ചോദിച്ചു. ഇതേക്കുറിച്ചൊന്നും ഒരു വ്യക്തമായിട്ട് ഒരു കാരണവും ഇതുവരെ രേണുസുതി പറഞ്ഞിട്ടില്ല. ആകെ എടുത്തുകൊണ്ടൊന്ന് കാണിച്ചിട്ടുള്ളത് കല്യാണം കഴിച്ചു എന്നുള്ളത് ഒരു 50 രൂപ പത്രത്തിൽ എഴുതി വാങ്ങിച്ചേക്കുന്ന ഒരു പേപ്പർ മാത്രം. ഇനി ഏതെങ്കിലും ആങ്കർ ഇന്റർവ്യൂ ചെയ്യുന്ന ആങ്കർ ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്ന 2-3 ചോദ്യങ്ങൾ ഈ രേണുസുതിയോട് ചോദിച്ചാൽ ഉത്തരം കിട്ടുമെങ്കിൽ ഏറ്റവും നല്ലതായിരുന്നു. ഈ കൊല്ലത്ത് കിടക്കുന്ന കൊല്ലംകാരനായ കൊല്ലം സുതിയെ കോട്ടയം ജില്ലയിലെ ഞാലിയാവഴിക്കഴിയായ രേണുസുതി എങ്ങനെ കണ്ടു എന്ന് മാത്രം പറഞ്ഞാൽ മതി. അതിനകത്ത് നമുക്കെല്ലാം അടങ്ങും. എങ്ങനെ ഇവർ തമ്മിൽ പ്രണയിച്ചു അത് മാത്രം പറഞ്ഞാൽ മതി. അത് ഇപ്പം നമ്മൾ ഒരുപാട് ഇൻ്റർവ്യൂലൊക്കെ കാണും, പ്രണയിച്ച് വിവാഹം കഴിച്ചവരെ കുറിച്ച് ഇവിടെ വെച്ചാൽ കണ്ടേ, ഏത് റെസ്റ്റോറൻറ്റ് വെച്ചാൽ കണ്ടേ, ഇവിടെ വെച്ചാൽ കണ്ടേ, എങ്ങനെ എന്ന് കറക്റ്റ് അവർ പറഞ്ഞു തരും. അപ്പം കള്ളി വെളിച്ചത്താവും എല്ലാ കാര്യം. എവിടെ വെച്ചാൽ കണ്ടത്, എന്താണ്, എങ്ങനെയാണ്, ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്താണ് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേന് കാര്യങ്ങളൊക്കെ ഏകദേശം ജനങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ രേണുസുതി ഒരിക്കലും ഈ കണ്ട ഇവിടെ വെച്ചാൽ എന്താണെന്നുള്ള കാര്യം ഒരിക്കലും പറയത്തില്ല. അത് ഈ രേണുസുതി എന്ന് പറയുന്ന വ്യക്തിയുടെ എല്ലാ ഇമേജും തകരുന്ന ഒരു രീതിയാണ്. ഇവരുടെ ഈ പ്രണയം എവിടെ വെച്ച് തുടങ്ങി, എങ്ങനെ തുടങ്ങി, എന്താണെന്ന് പറയാൻ അവർക്ക് ഒരിക്കലും താല്പര്യം കാണത്തില്ല. ഒരു ഇന്റർവ്യൂ പറയുന്നത് കേട്ടു, കിച്ചുവാണ് താലി വാങ്ങിച്ചു കൊടുത്തത്. ശരിയായിരിക്കാം. ആ പയ്യനെ, ആ മോനെ കുറിച്ച് നമുക്ക് കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. അതൊരു പാവം ചെറുക്കൻ. അവന് സത്യത്തിൽ അവൻ്റെ ഇപ്പോഴാണ് അവന് വല്ലതും പ്രതികരിക്കാനുള്ള ശേഷിയുണ്ട്. പക്ഷെ ആ സമയത്ത് അവന് അപ്പൻ പറയുന്നതും ഒക്കെ കേട്ട് അപ്പൻ്റെ ചെലവിലും ഒക്കെ ജീവിച്ചു പോകുന്നൊരു പാവം പയ്യനായിരുന്നു. അവൻ എന്തുകൊണ്ടാണ്, നമുക്കിപ്പോഴും ചിന്തിക്കാം, അവൻ എന്തുകൊണ്ടാണ് ഈ സുതിലേവ് എന്ന വീട്ടിൽ നിന്നും കൊല്ലത്തേക്ക് തൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് പോയതെന്ന് ഈ നാട്ടുകാർക്കെല്ലാം അറിയാം. അവിടെയുള്ള നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത അതും ഇതൊക്കെ പറയുന്നത്. രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് രേണുസുതി ഇതുവരെ ഈ ഷോർട്ട് ഫിലിംസിലും മറ്റെല്ലാം അഭിനയിച്ചു? കള്ളത്തരം പറഞ്ഞ് ജനങ്ങളുടെ ഇമേജ് ഉണ്ടാക്കി എന്തിനാ ജീവിക്കുന്നത്? ഈ കൊല്ലസുതി എന്ന് പറയുന്ന വ്യക്തി നമുക്കെല്ലാവർക്കും കൊല്ലംകാരനാണ്. കൊല്ലത്താണ് ജനിച്ചു വളർന്നത്. അതായത് കോട്ടയം ജില്ലയിൽ ഞാലിയാവഴിയുമായിട്ട് അദ്ദേഹത്തിന് ഒരു ബന്ധവുമില്ല.
ഒരു ബന്ധമില്ല നമുക്കറിയാം. കൊല്ലം ഇവിടെ പേരെന്നാ പിന്നെ കോട്ടയം സുധി എന്ന് വല്ലതും വെക്കണ്ടേ? ഇല്ല, കൊല്ലംകാരനാണ്. കൊല്ലത്തെ ജനിച്ചു വളർന്ന് കൊല്ലത്തിന്റെ എല്ലാം ഉള്ള അപ്പൻ ഗവൺമെന്റ് എംപ്ലോയി ആയിരുന്നു, അമ്മ ഹൗസ് വൈഫായിരുന്നു തോന്നുന്നു. അങ്ങനെ ഉള്ള കോട്ടയത്താണ് ചേട്ടനും. എല്ലാവരും കൊല്ലം ജില്ലക്കാരാണ്. അവരിങ്ങനെ ഈ കോട്ടയം ജില്ലയിലെ ഈ കുഗ്രാമത്തിൽ ഞാലിയാവഴി എന്ന് പറയുന്ന കുഗ്രാമത്തിൽ കിടക്കുന്ന രേണുസുതിയെ എങ്ങനെ പുള്ളിക്കാരൻ കല്യാണം കഴിച്ചു എന്ന് രേണുസുതി തന്നെ പറയണം. എങ്ങനെയാണ് കണ്ടുമുട്ടിയത്, എവിടെ വെച്ചാണ് സ്നേഹം, എവിടെ വെച്ചാണ് പ്രണയം പൊട്ടിമുളച്ചത് എന്നൊക്കെ പറയുമ്പോൾ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാവും. അതല്ലാതെ ചുമ്മാ ഇരുന്ന് എൻ്റെ സുയിച്ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സുധി പുള്ളിയെടുക്കാരൻ്റെ ആയിരിക്കും, അത് വേറെ കാര്യം. പിന്നെ ഈ രേണുസുതി പറയുന്ന പരിപാവനമായ സ്നേഹമാണ് ഞാനും കൊല്ലം സുധിച്ചേട്ടനും തമ്മിലെന്ന്. ഇതിനു മുമ്പ് വേറൊരാളെ പരിപാവനമായി സ്നേഹിച്ചിരുന്നു. ആ സ്നേഹമൊക്കെ എവിടെ പോയെന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെയാണ്. എന്നിട്ട് ഇപ്പം എൻ്റെ സുധിച്ചേട്ടൻ വെറും 4-5 വർഷത്തെ പരിചയമുള്ള സുധിച്ചേട്ടനെ ഇത്രയും സ്നേഹിക്കണമെങ്കിൽ ഇതിന് പുറകെ സ്നേഹിച്ച ആളെ ഒരു ശകലം പോലും സ്നേഹമില്ലാതിരിക്കുമോ? ഇല്ല, സ്നേഹമൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ ഇത് വെറും ഡ്രാമ മാത്രമാണ്. ഡ്രാമ എന്ന് പറഞ്ഞാൽ ഈ കൊല്ലം സുധി എന്ന് പറയുന്ന ആളുടെ ബ്രാൻഡ് എടുത്ത് ഉപയോഗിച്ച് ഡ്രാമ ചെയ്ത് കുറച്ച് ഇതായി കഴിയുമ്പോൾ ഇതെല്ലാം മാറും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കിച്ചു. ആ പാവം പയ്യൻ സത്യത്തിൽ നിരപരാധിയാണ്. ആ പയ്യൻ ഇതിനെക്കുറിച്ച് ഒരു കാര്യവും അറിയത്തില്ല. ആ പയ്യന് ഈ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ രേണുസുതി പലപ്പോഴും പല ഇൻ്റർവ്യൂവിലും പറയുന്നുണ്ട്, കിച്ചുവിൻ്റെ അനുമതിയോടെയാണ് ഞാൻ ചെയ്യുന്നത്. അതായത് ആ പയ്യനോട് ഇതുവരെ ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. ആ പയ്യനൊന്നും അറിയത്തുമില്ല. ആ പയ്യൻ താമസിക്കുന്നത് കൊല്ലത്താണ്, അപ്പൻ്റെ വീട്ടിലാണ്. ആ പയ്യനെ കുറിച്ചൊന്നും അറിയത്തുമില്ല. ആ പയ്യൻ റീൽസ് കാണത്തുമില്ല. ആ പയ്യൻ്റെ ഒരു ഇൻ്റർവ്യൂ തന്നെ പറയുന്നു, റീൽസ് കാണുമ്പം അത് സ്ക്രോൾ ചെയ്ത് വിടുമെന്ന്. ആ പയ്യനൊക്കെ ഇത് കാണുമ്പോൾ എന്തായാലും രണ്ടാനമ്മയാണെങ്കിൽ തന്നെ ആ പയ്യൻ ഇത് കാണുമ്പോൾ ആ പയ്യനും ഒരുമാതിരി ദേഷ്യം തോന്നും. ഈ നമുക്ക് ഒരു കാര്യം പറയാം. ഈ രേണുസുതി കൊല്ലം സുധിയുടെ ഫോൺ നമ്പർ വളരെ കേണാണ് ഒരാൾ വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഫാനാണ്. പുള്ളിക്കാരൻ്റെ വീഡിയോസും ഷോർട്സും ഒക്കെ കാണും. ഷോർട്സ് അല്ല, പുള്ളിക്കാരൻ്റെ ഇത് ചാനലിലൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നും പറഞ്ഞ് പുള്ളിക്കാരൻ വാങ്ങിച്ചത്. പുള്ളിക്കാരൻ ആദ്യം ഒന്നും നമ്പർ പോലും കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. ആദ്യം നമ്പറൊന്നും കൊടുത്തില്ല, വേറെ നമ്പറൊക്കെ കൊടുത്തേ. ഇതൊരു വട്ടുകേസാന്നൊക്കെ പറഞ്ഞ് വേറെ നമ്പറൊക്കെ കൊടുത്ത് അവസാനം ആ പുള്ളിയുടെ കാല് പിടിച്ച് പുള്ളി വേറൊന്നിനുമല്ല ചുമ്മാ ജസ്റ്റ് ഒന്ന് വിളിച്ച് സംസാരിക്കാനാണെന്ന് പറഞ്ഞ് അങ്ങനെങ്ങാണ്ടൊക്കെ നമ്പർ കിട്ടി. ഇങ്ങനെ അതിനു മുമ്പ് ഒരുപാട് കഥകളുണ്ട്. ഇത് എവിടെ വെച്ചാൽ ഈ പ്രണയം ഉണ്ടായെന്നും എങ്ങനെ ഈ ഫ്രണ്ട്ഷിപ്പ് പ്രണയമായി മാറിയെന്നും ഒക്കെ ജനങ്ങളോട് പറയണം. നിങ്ങൾ സോഷ്യൽ മീഡിയ താരമല്ലേ. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങളുടെ പുറകാലവും മുൻകാലവും ഒക്കെ ജനങ്ങൾ അറിയട്ടെ. ഇനി അതെല്ലാം അവിടെ നിൽക്കട്ടെ. നിങ്ങളെക്കുറിച്ച് ആരും ഒന്നും പറയത്തില്ലെങ്കിൽ നിങ്ങളും മര്യാദയ്ക്ക് സമാധാനത്തോടെ മറ്റുള്ളവർ പല വീഡിയോ ചെയ്യും. നിങ്ങളെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങളൊന്നും നിങ്ങളെക്കുറിച്ച് പറയത്തില്ല. നിങ്ങൾ മുൻകാലത്ത് ജനങ്ങളെ പറ്റിക്കുന്ന കാര്യം ജനങ്ങൾ വിളിച്ചു പറയും. അതിൽ തെറ്റൊന്നുമില്ല. അതേക്കുറിച്ച് നിങ്ങൾക്ക് ചെറുപ്പത്തിൽ ഈ രേണുസുതി എന്ന് പറയുന്ന ആൾക്ക് എനിക്ക് തോന്നുന്നു ചെറുപ്പത്തിൽ സിനിമയിൽ അഭിനയിക്കാനോ സീരിയൽ നടനാകാനോ സീരിയലിലോ ഒന്നുമില്ല. ഈ കൊല്ലം സുധി എന്ന് പറയുന്ന ആളുടെ വഴി ആദ്യം എൻ്റെ അറിവ് വെച്ച് ആദ്യം ഏതാണ്ട് സീരിയലിലോ എൻ്റെ കോമഡിയിൽ അഭിനയിക്കാൻ വേണ്ടി അവസരം തരണമെന്നെങ്ങാണ്ട് പറഞ്ഞ് ആദ്യം അറ്റംപ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ കോമഡി വിളിച്ച് എനിക്ക് അവസരം തരണം അങ്ങനെ വിളിച്ച് അങ്ങനെ എന്തൊക്കെയാണ്. അതൊക്കെ ഒരുപാട് ഡീറ്റെയിൽ കഥകളുണ്ട് ഇതിൻ്റെ പുറകിൽ. അപ്പം ഇങ്ങനെയൊക്കെ വെറുതെ മനുഷ്യനെ പറ്റിച്ച് ഇത് 5 വർഷം അല്ലെങ്കിൽ 4 വർഷം മുമ്പ് കണ്ട കൊല്ലം സുധിച്ചേട്ടൻ എൻ്റെ എല്ലാമാണെന്ന് പറഞ്ഞ് ഈ പ്രഹസന നാടകങ്ങൾ കളിക്കുമ്പോൾ ജനങ്ങൾക്കൊന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ല. ജനങ്ങൾക്ക് ദഹിക്കത്തില്ല. രണ്ടാമത്തെ കാര്യം, ഇതിന് പുറകിൽ ഭയങ്കര ഒരു പ്രണയം നടിച്ച ഒരാളുണ്ടായിരുന്നു. വർഷങ്ങളായിട്ട്, അത് 5 വർഷത്തെ ഒന്നുമല്ല, അത് വർഷങ്ങൾക്ക് മുമ്പ് നല്ലൊരു പ്രണയമായിരുന്നു പുള്ളിക്കാരനെ നല്ല രീതിയിൽ ചതിച്ചിട്ടാണ് ഈ പുള്ളിയുടെ ഫെയിമും ഈ പുള്ളിയുടെ ഇതും കണ്ട് പുള്ളിയുടെ ഇതിലേക്ക് ചാടിയത്. എന്ത് തന്നെയായാലും നല്ല രീതിയിൽ ജീവിക്കുക, മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കുക. മറ്റുള്ളവരോട് ഈ കൊല്ലം സുധി എന്നുള്ള ആളുടെ പേര് ഉപയോഗിച്ച് ജീവിച്ചോ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ മറ്റുള്ളവരെ ദ്രോഹിക്കാതെ ഉപദ്രവിക്കാതെ സമാധാനത്തോടെ ജീവിക്കുക. രണ്ടാമത്തെ കാര്യം,
ആ കൊല്ലം സുധി എന്ന് പറയുന്ന പുള്ളി ഒരു നിഷ്കളങ്കനാണ്. പുള്ളി ഇങ്ങനെ പുള്ളിക്ക് അബദ്ധം പറ്റിപ്പോണ പല കാര്യങ്ങളും. പുള്ളിക്ക് 2 മക്കളുണ്ട്. അപ്പം മൂത്ത മോൻ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ ഈ ഊരാക്കുരുക്കിൽ നിന്ന് അവനെ എന്നേക്കുമായി അവൻ രക്ഷപ്പെട്ടു. രണ്ടാമത്തെ ഒരു മോനുണ്ട്. ആ പാവം ചെറുക്കനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് അവനും അറിവായി കഴിയുമ്പോൾ അവനെയും രക്ഷപ്പെടുത്തുക. അല്ലാതെ ഇങ്ങനെ ഇത് നീ ആദ്യം ഈ രേണുസുതി എന്ന് പറയുന്ന ആൾ ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഈ ഷോർട്ട് ഫിലിമും പിന്നെ ഈ ചെറിയ ആൽബവും അലിൻ ജോസ് പെരേരയുടെ ഡാൻസും ഇതൊന്നും അല്ല സിനിമയും സീരിയലും. ഇതൊന്നും നല്ല മെയിൻ സ്ട്രീം നല്ല സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിലേക്കൊക്കെ എത്തണമെങ്കിൽ ഇതുപോലെ കോമഡി കാണിച്ച് നടന്നിട്ടൊന്നും കാര്യമില്ല. ഇവിടെ എന്തെങ്കിലുമൊക്കെ ജീവിക്കാൻ വേണ്ടിയാന്ന് പറയുന്നു. ഓക്കെ, നിങ്ങൾ ജീവിക്കട്ടെ. പക്ഷെ ഒരിക്കലും ആ കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ ഇമേജ് തകർത്തുകൊണ്ടാകരുത്. ആ ഇമേജ് അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ എത്തുക. ആ വ്യക്തിയുടെ ഇമേജ് ഒരിക്കലും കളയാൻ നിങ്ങളായിട്ട് സമ്മതിക്കില്ല. നിങ്ങളായിട്ടാണ് ഇതുവരെ ഇടം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ സംഭവിക്കാതെ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ചെല്ലുക. നല്ല ഭാവങ്ങൾ നേരുന്നു.